ചിത്രോദയം സ്നാപ് ന്യൂസിലേക്ക് സ്വാഗതം. കൊൽക്കത്ത ആർജി കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ റെസിഡന്റ് ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ രാജ്യവ്യാപകമായ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊൽക്കത്തയിൽ സിനിമാ താരങ്ങൾ അടക്കമുള്ളവരെ രംഗത്തിറക്കിക്കൊണ്ടുള്ള പ്രതിഷേധവും ഇന്ന് നടക്കും. ഇത് മുൻകൂട്ടി കണ്ട് മേഖലയിൽ കൊൽക്കത്ത പോലീസ് നിരോധനാജ്ഞ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. കൊല ചെയ്യപ്പെട്ട വനിതാ ഡോക്ടറെ കുറിച്ച് കിംവദന്തികൾ പ്രചരിപ്പിച്ചുവെന്ന് കാട്ടി മുൻ BJP MP ലോക്കറ്റ് ചാറ്റർജിക്കും 2 പ്രശസ്ത ഡോക്ടർമാർക്കും കൊൽക്കത്ത പോലീസ് സമൻസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ 3 പേരെ കൂടാതെ സംഭവത്തെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിന് 57 പേർക്കും പോലീസ് സമൻസ് അയച്ചിട്ടുണ്ടെന്നും ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ദ വീക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ലാൽ ബസാറിലെ കൊൽക്കത്ത പോലീസ് ആസ്ഥാനത്തെ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാണ് ഡോക്ടർമാരായ കുനാൽ സർക്കാരിനും സുബർണ ഗോസ്വാമിക്കും സമൻസ് അയച്ചിരിക്കുന്നത്. ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയതിനും വ്യാജ വാർത്തകളും പ്രചരിപ്പിച്ചതുമാണ് ഇവർക്കെതിരായ ആരോപണമെന്നാണ് റിപ്പോർട്ട്. ലാൽ ബസാറിലെ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് പോലീസിൽ നിന്ന് സമൻസ് ലഭിച്ചിട്ടുണ്ടെന്ന് പ്രശസ്ത കാർഡിയോളജിസ്റ്റായ കുനാൽ സർക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട്. അതെ, എനിക്ക് സമൻസ് ലഭിച്ചു. എന്നാൽ ഇപ്പോൾ ഞാൻ നഗരത്തിന് പുറത്താണ്. കൊൽക്കത്ത പോലീസിനെ ആ വിവരം അറിയിച്ചു. അവർ എന്തിനാണ് എന്നെ വിളിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ എന്റെ അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ദേശീയമായും അന്തർദേശീയമായും ചില പ്രതികരണങ്ങൾ ഉന്നയിക്കപ്പെട്ടു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം. കുനാൽ സർക്കാരിനെ ഉദ്ധരിച്ച് PTI റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം തനിക്ക് ഇതുവരെ സമൻസ് ലഭിച്ചിട്ടില്ലെന്നാണ് പൂർബ ബർധമാൻ ജില്ലയിലെ ഡെപ്യൂട്ടി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗോസ്വാമി അറിയിച്ചത്. എനിക്ക് ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല. കൊൽക്കത്ത പോലീസ് കേസ് അന്വേഷിക്കാതെ എനിക്ക് സമൻസ് അയക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. സാധ്യമായ എല്ലാ വിധത്തിലും അന്വേഷണവുമായി സഹകരിക്കും. ഞാൻ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയോ കിംവദന്തികൾ പ്രചരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല, സുബർണ ഗോസ്വാമി വ്യക്തമാക്കി. തനിക്ക് ഇതുവരെ സമൻസ് ഒന്നും ലഭിച്ചിട്ടില്ലെന്നാണ് ഹൂഗ്ലി മണ്ഡലത്തിലെ മുൻ BJP MP ലോക്കറ്റ് ചാറ്റർജിയുടെയും അവകാശവാദം. കേസ് അന്വേഷണത്തിലും ഇതേ താല്പര്യം കാണിച്ചിരുന്നുവെങ്കിൽ നന്നായിരുന്നുവെന്നും പെൺകുട്ടിക്ക് നീതി ലഭിക്കണമെന്നാണ് എല്ലാവരുടെയും ആവശ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പശ്ചിമ ബംഗാളിലെ ഡോക്ടർ ട്രെയിനി ക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിലാണ് പ്രതിഷേധം കത്തിക്കയറുന്നത്. രാജ്യവ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. കൊൽക്കത്തയിലെ ആർജി കർ ആശുപത്രിയിലാണ് സംഭവം നടന്നത്. അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. തീർത്തും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇതിലുള്ളത്. പീഡനം ചെറുക്കാൻ ശ്രമിച്ചപ്പോൾ പെൺകുട്ടി ക്രൂരമായി മർദ്ദിക്കപ്പെട്ടുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. ഇരയുടെ കയ്യിലും മുഖത്തിലും മുറിവേറ്റ പാടുകളുണ്ട്. സഞ്ജയ് റോയ് എന്നയാളാണ് കേസിൽ അറസ്റ്റിലായത്. പെൺകുട്ടിയുടെ കണ്ണാടിയുടെ ചില്ലുകൾ തകർന്ന് കണ്ണിൽ തറഞ്ഞു കയറിയിട്ടുണ്ട്. പ്രതി ഇടിച്ചതിനെ തുടർന്നുള്ള ആഘാതത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. പ്രതി പെൺകുട്ടിയുടെ തല ചുവരിനോട് ചേർത്ത് ഇടിക്കുകയായിരുന്നു. ഈ സമയം പെൺകുട്ടിയുടെ വായ ബലം പ്രയോഗിച്ച് ഇയാൾ അടച്ചു പിടിച്ചിരുന്നു. ഇതാണ് മുഖത്തെ മുറിവുകൾക്ക് കാരണമായത്. അതിനുശേഷം പെൺകുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു. പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിപ്പാടുകൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് ബലാത്സംഗം നടന്നുവെന്നത് സൂചിപ്പിക്കുന്നതാണ്. പ്രതിയെന്ന് സംശയിക്കുന്ന സഞ്ജയ് റോയ് മദ്യപിച്ചിരുന്നുവെന്ന് ന്യൂസ് 18 ബംഗ്ലാ റിപ്പോർട്ട് ചെയ്തു. ഇയാളുടെ കയ്യിലും മുഖത്തുമെല്ലാം മുറിപ്പാടുകളുണ്ട്. പ്രതിയുടെ ക്രൂരമായ പീഡനത്തെ പെൺകുട്ടി എതിർത്തിരുന്നുവെന്നാണ് ഇത് തെളിയിക്കുന്നത്. പാരീസ് ഒളിമ്പിക്സിൽ നീരജ് ചോപ്രയുടെ ജാവലിൻ ത്രോ പ്രകടനം ഇരയായ പെൺകുട്ടി കണ്ടിരുന്നുവെന്ന് ബംഗാളി ദിനപത്രമായ ആനന്ദ് ബസാർ പത്രിക റിപ്പോർട്ട് ചെയ്തു. രാത്രി 2:30 ഇവർ അത്താഴം കഴിച്ചത്. ഒപ്പം സഹപ്രവർത്തകരും ഉണ്ടായിരുന്നു. അതിനുശേഷം സെമിനാർ ഹാളിലേക്ക് വിശ്രമിക്കാനായി പോയെന്നാണ് സഹപ്രവർത്തകർ മൊഴി നൽകിയിരിക്കുന്നത്. 7 ജൂനിയർ ഡോക്ടർമാരുടെ മൊഴിയെടുത്തിട്ടുണ്ട് പോലീസ്. ഇതിൽ 4 പേരാണ് കൊല്ലപ്പെട്ട പെൺകുട്ടിക്കൊപ്പം അത്താഴം കഴിച്ചത്. അസിസ്റ്റന്റ് സൂപ്പറാണ് സംഭവത്തെക്കുറിച്ച് പെൺകുട്ടിയുടെ കുടുംബത്തെ അറിയിച്ചത്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുണ്ട്. പെൺകുട്ടി അമ്മയോട് രാത്രി 11 മണിയോടെ സംസാരിച്ചിരുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓൺലൈനിലൂടെ മകൾ ഭക്ഷണം ഓർഡർ ചെയ്തിരുന്നുവെന്ന് തന്നോട് പറഞ്ഞിരുന്നുവെന്ന് കുട്ടിയുടെ അമ്മ പറഞ്ഞു. ഭക്ഷണം കഴിച്ച ശേഷം പെൺകുട്ടി സെമിനാർ ഹാളിലേക്ക് ഉറങ്ങാനായി പോവുകയായിരുന്നു. ഇവിടെ വെച്ചാണ് സഞ്ജയ് റോയ് പെൺകുട്ടിയെ ആക്രമിച്ചത്. അതേസമയം പ്രതി ഒന്നിലധികം വിവാഹം കഴിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇയാളുടെ ഫോണിൽ നിന്ന് പോൺ വീഡിയോയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് വെൽഫെയർ ബോർഡിലെ വോളണ്ടിയർ എന്ന നിലയിൽ ആശുപത്രിയിൽ എല്ലായിടത്തും ഇയാൾക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കുമായിരുന്നു. ഇതാണ് ഇത്ര വലിയ